അത് പടം കണ്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. പ്രേമിലു കണക്കെ കിട്ടില്ലം പടം. നമ്മളെ ഓണം തൂക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. പണ്ടത്തെ ടീമുകൾ തിരിച്ചു വന്നു. മലയാളത്തിലെ ഓണം റിലീസുകളുടെ സെക്കൻഡ് എൻട്രി സൂപ്പർ ഹിറ്റ് റോം കോം ഫീൽ ഗുഡ് സിനിമകളുടെ സംവിധായകനിൽ നിന്നും മലയാളത്തിലെ പ്രോമിസിംഗ് പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും ദ മോസ്റ്റ് അവൈറ്റഡ് നിവിൻ പോളിയുടെയും മമിത ബൈജുവിൻ്റെയും ബത്ലഹേം കുടുംബ യൂണിറ്റ് അങ്ങനെ റിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ പടം കണ്ടിറങ്ങിയ ഓഡിയൻസിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് ചോദിച്ചു നോക്കാം. സിനിമ ഉണ്ടാവും നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് 300K അടിക്കാനുള്ളതാണ്. അപ്പോൾ നേരെ ഓണം റിലീസ് ബത്ലഹേം കുടുംബ യൂണിറ്റ് റിവ്യൂലേക്ക്. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഫീൽ ഗുഡ് ആയിട്ട് അങ്ങ് പോകുന്നുണ്ട്. നല്ല ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്രതീക്ഷയുടെ ഭയങ്കര ഫീൽ ഗുഡ് റൊമാൻറ്റിക് ആണ്. അതാണ് റൊമാൻറ്റിക് ആണ്. നമ്മളെ ഓണം തൂക്കാനുള്ള സാധ്യത എല്ലാം കാണുന്നുണ്ട്. സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റോറി നല്ല രസമുണ്ട്. കണ്ട് നിവിൻ പോളിയുടെ മിസ് ചെയ്തൊരു അതൊക്കെ പണ്ടത്തെ നിവിൻ പോളിയൊക്കെ വീണ്ടും തിരിച്ചു വരുന്നുണ്ടായിട്ട് ഓണം വിന്നറാണ് എന്തായാലും. പിന്നെ സാധ്യതയുണ്ട്. സെക്കൻഡ് ഹാഫ് വഴിയും പറയാം. ഒരു നല്ലൊരു പടമാണ്. ഒരു ഫീൽ ഗുഡ് കോമഡി. നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് പടം. ഈ ഗിരീഷ് ഷെഡി പടം പോലെ ഭയങ്കര അതെ പക്ക ഫീൽ ഗുഡ് മൂവി. കോമഡി ഉണ്ട്, നല്ലല്ലോ ഉണ്ട് കോമഡി. നമ്മൾ അത് കണക്ട് ആവും. കോമഡിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ പക്ഷെ നല്ലപോലെ അവർ എടുത്തിട്ടുണ്ട്. ഭയങ്കര പ്രതീക്ഷിച്ചതിന് മുകളിലാണ്. അതെ തീർച്ചയായിട്ടും ഓണം വിന്നറാ ഉറപ്പായിട്ടും ഓണം വിന്നർ. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു തട്ടത്തിമറയത്ത് അങ്ങനത്തെ ഫുള്ള് വൈബ് എല്ലാം ഇതിനകത്ത് ഉണ്ട്. ആ പഴയ നിവിൻ പോളിയുടെ ഒരു എന്ന് വെച്ചാ ഞാൻ ഫുൾ ഇത് തരുന്നില്ല, പക്ഷെ കുറേയും കൂടെ പറയാന്ന് വെച്ചാൽ നല്ലൊരു റൊമാൻറ്റിക് വൈബ് നമുക്ക് നല്ല കണക്ട് ആക്കാൻ പറ്റും. എന്നാലും അടിപൊളിയായിരിക്കും. അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ പൈസക്ക് വേർത്താണ്. അത്രയും കിടിലായിട്ടുണ്ട്. ഗിരീഷ് ഷെട്ടിയുടെ സ്റ്റൈലുള്ള നമുക്ക് ചിരിക്കാൻ ഒത്തിരിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റെഫറൻസുകൾ വെച്ചിട്ടുള്ള പ്രേമിലു കണക്കെ കിട്ടില്ലം പടം. ഫീൽ ഗുഡ് ആണ്. റോം കോം ആണ്. അടിപൊളിയായിട്ട് ചിരിക്കാനുണ്ട് ഒത്തിരി. ഇന്റർവ്യൂ വരെ അടിപൊളി. നല്ല ഫീൽ ഗുഡ് കോമഡി ഒക്കെ ഉണ്ട്. മിക്കവാറും നിവിൻ ഓണം തൂക്കും. ഫുള്ള് കോമഡി. നമുക്ക് ചിരിക്കാം. ഫുള്ള് എൻജോയ് ചെയ്യും. ഇന്റർവ്യൂ വരെ കൈയടിയായിരുന്നു. ഫുള്ള് നിവിൻ പോളി അടിപൊളി. ഭയങ്കര ഫീൽ ഗുഡ് ആണ്. നമ്മുടെ സ്ഥിരം ഗിരീഷ് ഷെഡിയുടെ ആ ഒരു ടച്ച് ഉണ്ട്. അവരുടെ കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കോംബോ ആണ്. നല്ല ചിരിക്കാൻ പറയുന്നുണ്ട്. ഒരു റൊമാൻസ് മൂഡ് തന്നെയാണ് പിടിച്ചത്. നിവിൻ പോളിയുടെ എങ്ങനെയുണ്ട്? പഴയൊരു നിവിൻ പോളി പണ്ടത്തെ നിവിൻ പോളി തിരിച്ചു വന്നു. ഓണം വിന്നർ ആവും. എല്ലാ പടം നിവിൻ പോളി നോക്കുമല്ലോ, ഇതും നോക്കി. അത്രേ ഉള്ളൂ. പഴയ നിവിൻ പോളിയുടെ കോമഡി ഫണ്ണും റൊമാൻസും എല്ലാം വന്നിട്ടുണ്ട്. അത് പടം കണ്ട് ചിരി നിർത്താൻ പറ്റുന്നില്ല. എന്തായാലും ഓണം വിന്നറാണ് ഷുവർ. ഓണം വിന്നർ എന്തോ എല്ലാ വർഷവും ഓണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളല്ലേ ക്ലാസ് വിന്നർ. ഓസാങ്കോ മാത്രമേ ഉള്ളൂ ഇച്ചി ബാക്കിലോട്ട് പോയത്. ബാക്കിയെല്ലാം തൂക്കിയില്ലേ. ഇതെങ്ങനെയാണ് ട്രാക്ക്? ഒരു റൊമാൻസ് ട്രാക്ക് ഒക്കെ വരുന്നുണ്ട് ഇവര് തമ്മിൽ. മമിത ഗിരീഷ് ഷെഡി പടം അത്രേ പറയുള്ളൂ. എന്തായാലും ഉറപ്പാണ് ഓണം വിന്നർ. ഓക്കെ, നീമ്പോളി തൂക്കി. സ്ഥിരം ഗിരീഷ് ഷെഡിയുടെ ഒരു ഭയങ്കര ഫീൽ ഗുഡ് പടമാണ് ഗിരീഷ് ഷെഡിയുടെ. നീമ്പോളി ടച്ചാണ് ഫീൽ. ഓണം നീമ്പോളി തൂക്കി. പഴയ നിവിൻ പോളിയുടെ ഒരു പഴയ നീമ്പോളി ആണല്ലോ. എങ്ങനെ കഥയൊക്കെ പറയാനായിട്ട്? കഥ ഫീൽ ഗുഡ് ഡ്രാമയാണ്. ഫീൽ ഗുഡ് ആണ്. മമിത റൊമാൻസ് കോംബോ അല്ല. മമിത റൊമാൻസ്, നീമ്പോളി മമിത റൊമാൻസ് കിടിലല്ലേ. നല്ല പടം. അടിപൊളി പടം. കൊള്ളാം. നല്ല പടം. മൂഡൊക്കെ എങ്ങനെയാണ് പടത്തിന്റെ? ഒരു കൊള്ളാം. ഒരു ഫീൽ ഗുഡ് പടം. ഈ പോക്കാണ് പോണെങ്കിൽ ഒരു കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. ഫൺ കോമഡി. കോമഡി ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും.